ഹായ് ഫ്രണ്ട്സ് കേട്ടോ ഹീറോയിൻ്റെ മമ്മി കുറച്ച് നാൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഹീറോയിൻ്റെ മമ്മി നിന്നു അവിടെ കുറച്ച് നാൾ എൻജോയ് ചെയ്ത് അവർ ഇന്ത്യയൊക്കെ പോയി. ഹീറോ ജിമ്മിന് മുറയ്ക്കായിരുന്നു. ആ ചബി ഗോൾ ബേബി എന്താ ടെൻഷനാ പോടാതിരിക്കുക എന്ന ഹീറോ ടെൻഷനായിട്ട് പോകാൻ തുടങ്ങി. എന്ത് പറ്റി? ആ എന്ത് പറ്റിയ? എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാവരും കേൾക്കില്ലേ, നീ ഓൾറെഡി എൻ്റെ വൈഫാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. എല്ലാവരും പറയും ഞാൻ എന്നെ കറക്റ്റ് ചെയ്തതെന്ന്. എല്ലാവരൊക്കെ അറിയും ഞാൻ എൻ്റെ പുറകെ നടക്കുന്നത്. പോ ജിമ്മിൻ അങ്ങനെ പറഞ്ഞായിരുന്നു. രണ്ടുപേർ റൂമിൽ അങ്ങനെ ഹീറോയി ജിമ്മിനെ നോക്കുക, ജിമ്മിൻ ഹീറോയിനെ നോക്കുക, രണ്ടുപേരും വെച്ച് കണ്ണെടുക്കാതെ നോക്കായിരുന്നു. ജിമ്മിനെ ക്ലോസ് വരെ തൂരെ ഹീറോയി പോയി ഒറ്റ ബാത്റൂം ഓടിപ്പോയി. ജിമ്മിന് ഇടയ്ക്കടി ഓടുന്നതെന്ന് ജിമ്മിന് ഓടി വന്നു ബാത്റൂം. അങ്ങനെ വാതിൽ വന്നൊക്കെ നമുക്ക് ജിമ്മിനകത്ത് വന്നു. അത് രണ്ടുപേരും ഷവറിൽ നിന്ന് രണ്ടുപേരും നനയാൻ തുടങ്ങി. എന്നാൽ ഡീപ്പ് കിസ് ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും ഡീപ്പായി കിസ് ചെയ്യാൻ തുടങ്ങി. ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. ഹീറോയിക്ക് ഡേഞ്ചറായി കാലൊരു ചവിട്ടി കാലത് എന്നിപ്പോൾ കിസ് ചെയ്തത് കേട്ടോ. ജെമിനി കിസ് ചെയ്ത് അങ്ങനെ അവർ രണ്ടുപേരുള്ള നല്ല ഒരു മ്യൂസിക് പോകുന്നതാണ്, ഒരു പാട്ട്, നല്ല ഒരു പാട്ട് അവരുടെ ഡ്രീമായ കിസ് ചെയ്യുന്നതായിരുന്നു. ജെമിനിക്ക് ഫോൺ ടൂയിൻ റിങ് ആയിട്ടുണ്ട്. ജെമിനിക്ക് ഫോൺ വരുന്നേ ഹീറോയ്ക്ക് അതേപോലെ ഫോൺ വരാം. രണ്ടുപേരും കണ്ടിക്കാതെ എല്ലാവരും പാട് ഡ്രീമിലായി ഭയങ്കര കിസ്സായി നൈറ്റായ ഹീറോ ബെഡ്റൂം രണ്ടുപേരും അവിടെ കിസ്. അങ്ങനെ രാവിലെ ആയി. അങ്ങനെ ഫോൺ അവിടെ നിന്ന് കട്ടായിരുന്നു. രാവിലെ വന്നു ഫോൺ. അങ്ങനെ ഹീറോ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങായിരുന്നു. ഫസ്റ്റ് ഹീറോ എണീക്കുക. ഹീറോയ്ക്ക് ഫോൺ വന്നു. ഹലോ, എന്ത് പറ്റി? ഹലോ മച്ചി, നീ എന്താ ചെയ്യുക? രാത്രി എത്ര കോൾ ചെയ്ത് എടി, നിനക്കറിയില്ലടി. ഓ നടന്നടി പൂച്ചി, എന്താ ഒരു കേൾവി എന്ന് പറഞ്ഞ ഫ്രണ്ട് പറയാ. മച്ചി, ഒരു ഓഫീസിലെ പ്രശ്നമടി, ജിമ്മിൻ സാറുണ്ടോ? ജിമ്മിൻ സാറുണ്ട് ബേബി എന്ന് പറഞ്ഞു. ജിമ്മിൻ വായി കൈ വെച്ച് അങ്ങനെ സ്പീക്കർ ഓൺ ചെയ്തു. മച്ചി, ജിമ്മിൻ സാറുണ്ട്, വേഗം വരാൻ പറയടി, നിങ്ങൾ രണ്ടുപേര് നിനക്ക് വരാൻ പറ്റുന്നില്ല. ഇല്ല, ജിമ്മിൻ സാറോട് വേഗം വരാൻ പറഞ്ഞു. ജിമ്മിൻ സാർക്ക് കോൾ ചെയ്തു, ജിമ്മിൻ സാർ എടുക്കുന്നില്ല. ഇത് കേട്ട് ഷോക്കായി. ഷോക്കായി. ജിമ്മിൻ ഫോൺ എടുത്ത്. ഹലോ കീർത്തി, എന്താ പറ്റി? സാർ നടന്ന കാലം ജിമ്മിനോട് പറഞ്ഞു. ജിമ്മിൻക്ക് ടെൻഷനായി, കൊല കണ്ടായി. ജിമ്മിൻ ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു. ജിമ്മിൻ ശരി ബേബി, നീ റെസ്റ്റ് എടുത്തു, ഞാനും വരാം. ഇങ്ങനെ ബാത്റൂം ഹീറോയിനെ കൊണ്ടുവന്ന് നീ കുളിച്ചോ, ഫ്രഷ് ആയിക്കോ എനിക്ക് പറഞ്ഞു. എനിക്ക് കാല് വേദന. അങ്ങനെ ഹീറോയിനെ റെസ്റ്റ് ഇങ്ങനെ ബെഡിൽ കൊണ്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ശരി ജിമ്മിനും കുളിച്ച് രണ്ടുപേരും ബാത്റൂമിൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. ജിമ്മിന് ഇവിടെ എത്തി. ഞാൻ ഫസ്റ്റ് റെഡിയായി ജിമ്മിന് പോയി. നല്ല കാറെടുത്ത് ടെൻഷനിലാണ് പോകാൻ തുടങ്ങി. ജിമ്മിൻ ഇവരൊക്കെ റെഡ് മാരേജ് മോം ഓഫീസിൽ പ്രശ്നമോ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ജിമ്മിന് പോയി. ശരി ഇവനൊരു കാര്യം. ജിമ്മിൻ ഓഫീസിൽ വന്നു. ഓഫീസിൽ നോക്കുമ്പോൾ ഒരു സ്റ്റെല്ല പറഞ്ഞ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഭയങ്കര മോഡലായിട്ട് ഡ്രസ്സ് കുറേ കീറിയ മതി, ഭയങ്കര മോഡലായിട്ട് സ്റ്റെല്ല വന്നു. ഹായ് സർ, ജിമ്മിൻ സർ. ഹായ്, നിങ്ങൾ എന്നെ അത് എന്നെ മാരേജ് കഴിക്കുമെന്ന് നിരിച്ചു പോയി സർ. ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഡേറ്റിങ്ങിൽ സെർച്ച് ചെയ്താൽ ജിമ്മിന് ടെൻഷനിലൊക്കെ പളയാന്ന് അടിച്ചു പോയി. സർ, നിൻ്റെ ഞാൻ പരവട്ട പറഞ്ഞിട്ടുണ്ടോ, നീ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ജോബ് തന്നത് നിൻ്റെ ഡാഡിക്ക്. അതുമാത്രമല്ല എൻ്റെ ഡാഡി ജോബ് പോവും. സാർ അത് പറഞ്ഞ കേസല്ല, എനിക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല. ഓൾറെഡി എനിക്ക് മാരേജായി. സർ, ഞാൻ നിങ്ങളെ ലവ് ചെയ്യാം സർ. തല്ല, നീ ലവ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് ബോയ്സിനെ വിളിച്ച് സെക്രട്ടറി വിളിച്ചു. ശരി ഓക്കെ. സ്റ്റെല്ല കൂടെ ക്ലോസ് ഉണ്ടായ 5 ബോയ്സ് വന്നു. ഇവരാരും സ്റ്റെല്ലൊക്കെ വീട് പാടിപ്പോയി. സ്റ്റെല്ല ബേബി, ഐ മിസ് യു, നീ ഇവിടെ ഉണ്ടോ? ഇങ്ങനെയുണ്ട്. 5 പേർ വന്ന് സ്റ്റെല്ലാണ് ഹാക്ക് ചെയ്തു. സ്റ്റെല്ലൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്റ്റെല്ല തന്നെ ലവ് ചെയ്താണ്. ഇവരെല്ലാം റിച്ച് ആയിരുന്നു. ഇവരെ പണമെല്ലാം നീ തട്ടിയെടുത്തായിരുന്നു സ്റ്റെല്ല. ഇവരുടെ എല്ലാവരുടെ പണം സ്വത്ത് നീ മേങ്ങിയായിരുന്നു. നീ തിരിച്ച് ഇവർക്ക് കൊടുക്കണം. സ്റ്റെല്ല ഒരു ഭയങ്കര ആരെല്ലാം റിച്ച് ഉണ്ടു, അങ്ങനെ അവർ കഴിഞ്ഞ് മൊത്തം പണം മേങ്ങും. ഇപ്പം ജിമ്മിന് കുറച്ച് പോലീസ് വന്നു. സ്റ്റെല്ല ഇവർ കഴിഞ്ഞ് കുറേ സ്വത്ത് മേങ്ങിയായിരുന്നു. സ്റ്റെല്ല പറഞ്ഞ റിച്ച് അല്ല, നോർമൽ ഗേളായിരുന്നു. റിച്ച് എന്തല്ല സ്റ്റെല്ലൻ്റെ ഡാഡിക്ക് പറഞ്ഞ ഒരു ഗ്യാരേജിൽ ജോബ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. സ്റ്റെല്ലക്ക് ആരാണ് റിച്ച് ഉണ്ട് അവർ കഴിഞ്ഞ് പണം മേങ്ങുക. അത് മാത്രമല്ല നീ ഇവർ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ സ്റ്റെല്ല ഇവരെ നീ മാരേജ് കഴിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞായിരുന്നു. സ്റ്റെല്ല പറഞ്ഞു സർ അങ്ങനെയായിട്ട് ഇവരെല്ലാം ഹസ്ബൻഡ് അല്ലേ, അങ്ങനെ പിന്നെ ഡിവോഴ്സ് മേങ്ങിനല്ലേ പറഞ്ഞായിരുന്നു. അങ്ങനെ അവരുടെ ഡിവോഴ്സ് ഒന്നും മേങ്ങില്ല. അങ്ങനെ സ്റ്റെല്ല ജിമ്മിന് പറഞ്ഞു നീ ഇവരെ ഫേക്ക് മാരേജ് കഴിച്ചാൽ ഇവർ റിയൽ മാരേജ് കഴിച്ചില്ല.
ഒരാൾ വന്നു, ഏഴാമത്തെ ഒരാൾ വന്നു. ഇവനെ മാത്രം റിയൽ മാരേജ്, ഇവരെല്ലാം അവരുടെ പണം കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റെല്ലാനും എല്ലാം പേപ്പറുണ്ട്. സ്റ്റൈൽ ഫുള്ള് ഇതാക്കിയിട്ട് സ്വത്ത് മേങ്ങിയ സ്വത്തെല്ലാം അവരുടെ അവളെ പത്തിയെടുത്ത്. പിന്നെ ഒരാൾ വന്നായിരുന്നു, പറഞ്ഞു സ്റ്റെല്ലാനെ പിടിച്ചു. സ്റ്റെല്ല, ഞാൻ അതിന് സിൻസിയറല്ല വെച്ചത്, ഏഴാമത്തെ വോയിസ് പറഞ്ഞായിരുന്നു. സ്റ്റെല്ലക്കും അവന് ഏഴാമത്തെ ചെക്കന് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല നല്ല കെയറിങ് ആണ്. ബാക്കിയുള്ള ഇവളെ കളർക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റെല്ല സോറി പറഞ്ഞു, അവർ രണ്ട് ക്ലോസ് ആയി. സ്റ്റെല്ല പറഞ്ഞു സോറിടാ അത് ചെയ്തത് കൊണ്ട്, സോക്കെ എന്ന് പറഞ്ഞു. സ്റ്റെല്ലാനെ ഏഴാമത്തെ അച്ഛനും അമ്മയുമില്ല, ആരുമില്ല. അതുമാത്രം ഇങ്ങനെ വീട്ടിൽ ആരുമില്ല, അതുണ്ടായി തനിയാണ്. ഇങ്ങനെ അനൊരവസ്ഥയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ റിച്ച് ആയിരുന്നു. ജിമിൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഇത് കുറച്ച് പണം തരാം, നിങ്ങൾ ലോഫ്റ്റായിട്ടുണ്ടായിന്. അവനായിട്ട് ജിമ്മിനൊക്കെ മനസ്സിലായിന് ഇവനെ സിൻസിയറായിട്ട് സ്റ്റെല്ല ലവ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടെണ്ണം ഇരുന്നു എന്ന് പറഞ്ഞു ജിമ്മിൻ. എന്നിട്ട് ജിമ്മിൻ സ്റ്റെല്ല മാത്രം കൂടെയാണ് ഹസ്ബൻഡ് വൈഫായി ക്ലോസ് ആണുള്ളത്. ബാക്കി അവരോട് മാരേജ് കഴിച്ച് അറേഞ്ച് മാരേജ് മാത്രം മാരേജ് കഴിച്ച മാറി പണം എടുത്ത് ഓടിപ്പോയത്. ഇവനെ കൂടെ കുറേ നേരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജിമ്മിൻ കണ്ടുപിടിച്ച് ഇവരെ രണ്ടുപേരും ഒന്ന് വെച്ച്. ജിമ്മിൻ വീട്ടിൽ വന്ന് നോക്കുക, ഹീറോയിൻ വീട്ടിലെ കൈ വെച്ച് ടെൻഷനിലായിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി, നിങ്ങൾ പോയത് ഫോൺ എന്ത് വിളിക്കാതെ, സോറി ബേബി എന്ന് ജിമ്മിൻ ഡേസ് പോകാൻ തുടങ്ങി. രണ്ട് കുട്ടികൾ തല്ലാക്കാൻ തുടങ്ങി. എനിക്ക് വേണോ ഇത്, എനിക്ക് വേണോ, എനിക്ക് ഡാഡ കൊടുക്കുന്നത്, പൊടി നിനക്കെന്തിനടി ഇത്, എടാ നിനക്കെന്തിടാ ചേട്ടാ, നീ എൻ്റെ ഡോയ്സ് എൻ്റെ ടെഡി ബിയർ എന്ന് ചേട്ടാ, നീ ചേട്ടാ ഗേൾസ് ബോയ് ബൊമ്പച്ച് ബേങ്ങിട്ട് കളിക്കുന്ന ചേട്ടാ, ഇത് എൻ്റെ ബേബീസ് ഇത് ബൊമ്പച്ചെന്നെ ടെഡി, നീ എന്നിട്ട് എൻ്റെ കാർ വലിച്ചാൽ ചേട്ടൻ്റെ ഇത് തന്നെ. രണ്ടുപേരും വഴക്കുണ്ടാക്കി. ഹീറോയ്ക്ക് ടെൻഷനായി. ഹീറോയുടെ കയ്യിൽ ചെറിയൊരു ബേബി ഉണ്ടായിരുന്നു, ഗേൾ ബേബി. അതൊക്കെ കുപ്പിയിൽ പാലെടുത്തായിരുന്നു, അതോടെ ഇരുന്നിട്ട് കുടിക്കായിരുന്നു. ഇവരൊക്കെ ടെൻഷനായി. ജിമ്മിൻ എന്ന് വിളിച്ച്. ജിമ്മിൻ അവിടെ എന്തോ ഒരു ടെൻഷനായി. ഫോണിൽ സംസാരിക്കായിരുന്നു. ജിമ്മിനിക്ക് ടെൻഷൻ. അയ്യോ വൈഫ് എന്തടി പറ്റി, അവിടെ നോക്ക്. ജിമ്മിനിക്ക് ഷോക്കായി. എന്താ ഇവിടെ ചെയ്യുന്നത്, ഡാഡി എൻ്റെ ബാർബി ഡോൾ പിടിച്ചിട്ട് എൻ്റെ ടെഡി ബിയറും പിടിച്ചിട്ട് ഡാഡി അവ തരുന്നില്ല. ഞാൻ ഡാഡി എൻ്റെ റിമോട്ട് കാർ എൻ്റെ ഹെലികോപ്റ്റർ പിടിച്ച് വെച്ചിന്. അങ്ങനെ രണ്ടുപേരും വഴക്കുള്ള. ജിമ്മിനിക്ക് ടെൻഷനായി. രണ്ടുപേരും